മോട്ടോറോളയുടെ മോട്ടോ ടാബ് G62 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ ടാബ് G62 എന്ന ടാബിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ മോട്ടോ ടാബ് G62 10.61 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2K+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതായത് റെസൊല്യൂഷൻ വരുന്നത് 2000x1200 ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല, LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും ഒരു ടാബിലും അമോലെഡ് ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. എല്ലാ ടാബുകളിലും LCD പാനലൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഈ ഒരു ടാബിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റ് ഈ ടാബിൽ വരുന്നുള്ളൂ. ഫോണുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ചെറിയൊരു നെഗറ്റീവായിട്ട് പറയേണ്ടി വരും. പക്ഷേ ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ടാബുകളിലും നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നില്ല. അപ്പം ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാത്തത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 4 ഭാഗത്തും ബെസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. TUV റെയിലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മോട്ടോ ടാബ് G62 കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കോമ്പറ്റീഷനും കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബിൻ്റെ അടുത്ത് വരുന്ന പ്രൈസ് റേഞ്ചിൽ വരുന്ന ടാബ്ലറ്റുകളാണ് റിയൽമി പാഡും അതുപോലെ തന്നെ നോക്കിയയുടെ ടാബ് T20യും. ഈ 2 ടാബുകളിലും ഏകദേശം ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. LCD പാനലാണ് വരുന്നത്, 2K റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ബെസൽസും കാര്യങ്ങളൊക്കെ 4 ഭാഗത്തും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടാബിനേക്കാളും കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിൽ, അതായത് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ടാബ്ലറ്റാണ് റിയൽമി പാഡ് X. ആ ഒരു ടാബിലും ഏകദേശം ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറൊന്നും ഈ ടാബിൽ വരുന്നില്ല. ടാബിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 465 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.45 mm ആണ്. പിന്നെ ഇതിൽ മെറ്റൽ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ടാബിൻ്റെ ഒരു കളർ വേരിയൻറ്റ് മാത്രമേ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, ഫ്രോസ്റ്റ് ബ്ലൂ. ഇതിൽ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ടാബിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറായിട്ട് വരുന്നത് ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ. ഇനി ഒരു കമ്പാരിസൺ വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റാണ് റിയൽമി പാഡ്. റിയൽമി പാഡിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ടാബിൻ്റെയും 4G വെർഷൻ്റെ വില സെയിം ആയിട്ടാണ് വരുന്നത്. റിയൽമി പാഡിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു ടാബിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഈ ഒരു ടാബിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷനായിട്ട് വരുന്ന മറ്റൊരു ടാബാണ് നോക്കിയ ടാബ് T20. ആ ഒരു ടാബിൽ യൂണി SoC T610 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പിന്നെ ഇതിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 2 വെർഷൻസിലും 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് കൊടുത്തിരിക്കുന്നത്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 8 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൻസറാണ് വരുന്നത്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 118 ഡിഗ്രിയാണ്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബിൽ 7700 mAh ബാറ്ററിയാണ് വരുന്നത്. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. അതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. പിന്നെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ സെയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ സെയിൽ ഓഗസ്റ്റ് 22 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ടാബിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ ടാബ് G62 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പാരിസൺ വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന ഒരു ടാബാണ് റിയൽമി പാഡ്. പല ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്.
മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത് പ്രോസസ്സറിൻ്റെ കാര്യത്തിലാണ്. ഈ ഒരു ടാബിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. റിയൽമി പാഡിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ആ ഒരു മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ. ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഇല്ലെങ്കിലും സ്ലൈറ്റ്ലി ബെറ്റർ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ മോട്ടോ ടാബ് G62ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി പാഡ് X എന്ന ടാബ്ലറ്റ് വരുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി പാഡ് X എന്ന ടാബ്ലറ്റ് നോക്കാവുന്നതാണ്. അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതല്ല ബഡ്ജറ്റ് 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാബ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 4G വെർഷൻ വേണമെന്നുണ്ടെങ്കിൽ 18,000 രൂപ പ്രൈസ് റേഞ്ചിലും ഈ ഒരു ടാബ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി പാഡ് Xൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, 4G ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഒരു ടാബിൻ്റെ 4G സപ്പോർട്ട് ചെയ്യുന്നൊരു വെർഷൻ വരുന്നുണ്ട്, പക്ഷേ വില അത്യാവശ്യം കൂടുന്നുണ്ട്. 26,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും മോട്ടോ G62 എന്ന ടാബ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ടാബ്ലറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.